തമിഴ്നാട്ടിൽ പതിറ്റാണ്ടുകളായി കൊടികുത്തി വാഴുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിനിതാ പിളർപ്പ് തുടങ്ങിയിരിക്കുന്നു. വൻമരങ്ങൾ കടപുഴകി വീഴുകയാണ്. ഒപ്പം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ദ്രാവിഡ പാർട്ടികളിൽ ഒന്നായ അണ്ണാ DMKയും നെടുകെ പിളരുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ കോട്ടകളും തകർന്നടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വരുന്നത്. കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിയോടെ അണ്ണാ DMKയിൽ എടപ്പാടി പളനിസ്വാമിയുടെ കാലം അവസാനിക്കുകയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറിയായ എടപ്പാടിയുടെ രാജി ആവശ്യപ്പെട്ട് മുതിർന്ന നേതാക്കളായ CV ഷൺമുഖവും SP വേലുമണിയും രംഗത്തെത്തി കഴിഞ്ഞു. നിയമസഭാ കക്ഷി നേതാവാകാനുള്ള എടപ്പാടിയുടെ മോഹങ്ങൾക്ക് മേൽ വിമതർ കരുന്നുകേൽ വീഴ്ത്തി. 47 AIADMK MLA-മാരിൽ വെറും 17 പേർ മാത്രമാണ് എടപ്പാടിയെ പിന്തുണച്ചത്. ബാക്കി 30 പേരുടെയും പിന്തുണയോടെ SP വേലുമണി നിയമസഭാ കക്ഷി നേതാവാകുമെന്ന് ഉറപ്പായി. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അണ്ണാ DMKയിൽ നിന്ന് പിളർന്ന 24 MLA-മാർ തളപതി വിജയുടെ TVKയ്ക്ക് ഇതിനോടകം ഔദ്യോഗികമായി പിന്തുണ നൽകി കഴിഞ്ഞുവെന്നാണ്. നടൻ ജോസഫ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തോടെയാണ് അണ്ണാ DMKയിൽ ഈ അസ്വാരസ്യങ്ങൾ തുടങ്ങിയത്. TVKയുമായി സഖ്യം വേണമെന്ന് CV ഷൺമുഖവും വേലുമണിയും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എടപ്പാടി പളനിസ്വാമി അതിന് തടസ്സം നിൽക്കുകയായിരുന്നു. അതിന്റെ ഫലമായി തെരഞ്ഞെടുപ്പിൽ പാർട്ടി 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ വിജയ് അധികാരത്തിലെത്തിയതോടെ വിമതർ കാര്യങ്ങൾ സ്വന്തം കൈകളിൽ എടുക്കുകയും എടപ്പാടിയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. വിജയുടെ മന്ത്രിസഭയ്ക്ക് ഇനി ഒരു ഭീഷണിയും ഇല്ല എന്നതാണ് ഇതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. TVKയുടെ 106 MLA-മാർ, കോൺഗ്രസിന്റെ 5, കൂടാതെ ഇപ്പോൾ അണ്ണാ DMKയിൽ നിന്ന് വന്ന 24 പേർ കൂടി ചേരുമ്പോൾ വിജയുടെ സഖ്യത്തിന്റെ അംഗബലം 135 ഉയർന്നു. ഇനിയിപ്പോൾ MK സ്റ്റാലിൻ തന്റെ വിശ്വസ്തരായ CPIM, CPI, മുസ്ലിം ലീഗ് എന്നിവരെ തിരികെ വിളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നാടകത്തിന് ശ്രമിച്ചാൽ പോലും വിജയുടെ സർക്കാരിന് യാതൊരു ഇളക്കവും തട്ടില്ല. മന്ത്രിസഭ വീഴില്ല. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതിലും കൂടുതൽ സംഖ്യ വിജയ് വളരെ സുരക്ഷിതമായി പോക്കറ്റിലാക്കി കഴിഞ്ഞു. പഴയ രാഷ്ട്രീയക്കാരുടെ വിലപേശൽ തന്ത്രങ്ങൾക്കൊന്നും ഇനി തമിഴ്നാട്ടിൽ വലിയ ആയുസില്ലെന്ന് സാരം. ചുരുക്കത്തിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിലെ അധികായന്മാർ ഇനി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നതാണ് നല്ലത്. അണ്ണാ DMKയുടെ പിളർപ്പോടെ തമിഴ്നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായും അസ്തമിക്കുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അസ്തമനം തുടങ്ങി എന്ന് തന്നെ പറയാം. വ്യക്തമായ ഭൂരിപക്ഷത്തോടെയും പുതിയ സഖ്യങ്ങളോടെയും തമിഴ്നാട് പുതിയൊരു രാഷ്ട്രീയ യുഗത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരളം.